ജോൺ എന്നീ ഒരു പയ്യൻ അവന്റെ സ്നോബോർഡ് ഇപ്പോൾ താഴേക്കിട്ടതും അത് വീണ ഭാഗത്തെ മഞ്ഞ് മുഴുവനായും ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് പോലെ ഒരു വലിയ കൊക്ക രൂപപ്പെടുകയാണ്. കാഴ്ച കണ്ട് ആകെ ഷോക്കായ ജോൺ ആണെങ്കിൽ പെട്ടെന്ന് ഒച്ച വെച്ച് ടീമിനെ വിവരം അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കുന്നില്ല. അതെ, അവരാണെങ്കിൽ ജോണിന്റെ കയറ് പതിയെ പതിയെ താഴേക്കാക്കുന്നത് വേറെ വഴിയില്ലാതെ ജോൺ ആണെങ്കിൽ ആ കയറ് വഴി ഇപ്പോൾ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് ടീമാണെങ്കിൽ ആ കയറ് താഴേക്കിടുകയാണ്. ഇത് കാരണം ജോണിന്റെ പിടിവിട്ട് അവനിപ്പോൾ വഴുതി താഴേക്ക് പോയ പ്രഷർ കാരണം അവന്റെ കൂട്ടുകാരൻ മൈക്ക് ഇപ്പോൾ താഴേക്ക് വീഴുന്നു. ഭാഗ്യത്തിന് മേരി ആണെങ്കിൽ കൃത്യസമയം ആ റോപ്പ് പിടിച്ചു നിർത്തി അവരെ രക്ഷപ്പെടുത്തിയെങ്കിലും കൊണ്ട് ആ രണ്ടുപേരുടെയും ഭാരം താങ്ങാൻ സാധിക്കുന്നില്ല. ഈ സമയം മൈക്ക് ആണെങ്കിൽ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കത്തി പുറത്തേക്ക് എടുക്കുന്നു. ഇത് കണ്ട ജോൺ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവനെ നോക്കി നിൽക്കെ മൈക്ക് ആണെങ്കിൽ ആ കയറ് മുറിച്ചു കളഞ്ഞു ജോണിനെ താഴേക്കിട്ട് ഇപ്പോൾ മുകളിലേക്ക് തിരിച്ചു കയറുന്നു. ജോണിന്റെ ഗേൾഫ്രണ്ട് ലിസക്ക് മൈക്കിന്റെ കയ്യിൽ ആ ഒരു കത്തി കണ്ടതോടെ കാര്യം മനസ്സിലാക്കി ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് വന്നു അവൻ അവളോട് ആ കയറ് തനിയെ പൊട്ടിയതാണെന്ന് കള്ളത്തരം പറയുന്നു. ഇത് കേട്ട് ഷോക്കായ ലിസ ആണെങ്കിൽ ഇപ്പോൾ നിലത്തിരുന്നതും മൈക്ക് ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അതൊരു ഹെലികോപ്റ്റർ ആണെന്ന് മനസ്സിലാക്കി അവനും ലിസയും ഇപ്പോൾ മുകളിലേക്ക് കയറി ഒച്ച വെച്ചെങ്കിലും അതൊന്നും കേൾക്കാതെ ആ ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ ദൂരത്തേക്ക് പോവുകയാണ്.